അപ്പോൾ എക്കോ പടം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ അടുത്തിടെ ഇറങ്ങിയ മലയാളം മൂവി ടീസറിൽ 2 ടീസറുകൾ എന്നെ ഹഠാതങ്ങ് ആകർഷിച്ചു. ഒന്ന് എക്കോയുടെ ടീസർ, പിന്നെ മറ്റൊന്ന് എക്കോയുടെ ടീസർ കണ്ടപ്പോൾ ആക്ച്വലി ഫസ്റ്റ് കുറച്ച് വിഷ്വൽസ് കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ഇത് വേറെ ഏതോ ഹോളിവുഡ് പടത്തിൻ്റെ പരസ്യം അല്ലെങ്കിൽ ആഡ് യൂട്യൂബിൽ കയറി വന്നേക്കണമെന്നാണ്. പിന്നെയാണ് മനസ്സിലായി ഇത് ഒരു മലയാള പടത്തിൻ്റെ വിഷ്വൽസാണിത്. അങ്ങനെ ടീസറിൻ്റെ ഹൈപ്പ്, പിന്നെ മേക്കേഴ്സ് കിഷ്കിന്ധാകാന്ഡവും കേരള ക്രൈം ഫയൽസിൻ്റെയും മേക്കേഴ്സ് അതിൻ്റെ ഹൈപ്പ്, അങ്ങനെ ടോട്ടലി നല്ല രീതിയിൽ ഹൈപ്പോട് കൂടിയാണ് ഞാൻ പടം കാണാൻ പോയത്. ആൻഡ് പടം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷന് മേളിലായിരുന്ന പടം ഉണ്ടായിരുന്നു. ആക്ച്വലി പടം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കിഷ്കിന്ധാകാന്ഡമൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് ഈ പടം എന്താണെങ്കിലും ഇഷ്ടപ്പെടും. കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ കുറച്ചുകൂടി മേളിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു. കിഷ്കിന്ധാകാന്ഡത്തിൻ്റെയും കേരള ക്രൈം ഫയൽസിൻ്റെയും ഒരു അപ്ഗ്രേഡഡ് വെർഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്ഗ്രേഡഡ് ഇൻ ദി സെൻസ് പ്രൊഡക്ഷൻ വാല്യൂ, അതായത് സിനിമാറ്റോഗ്രഫിയും അതിൻ്റെ മ്യൂസിക്കും സൗണ്ട് ഡിസൈനും എല്ലാം ഒരുപടി മേലിലുണ്ടായിരുന്നു. പിന്നെ ആക്ടിങ്, എല്ലാവരുടെ ആക്ടിങ്ങും ടോപ്പ് നോച്ചാണ്. അതേപോലെ സ്പൂൺ ഫീഡിംഗ് ഒന്നും ഇല്ല. ഇങ്ങനെ ക്ലോസ് ഇട്ട് തരും, നമ്മുടെ ബുദ്ധി വെച്ച് നമ്മൾ കണ്ടുപിടിച്ചോണം, നമുക്ക് ഊഹിക്കാം എന്താ ഉണ്ടായേക്കണേന്ന്. ക്ലൈമാക്സ് ഉൾപ്പെടെ, ക്ലൈമാക്സിൻ്റെ പിന്നെ ഇതിൻ്റെ കാസ്റ്റിങ് എല്ലാവരും നല്ല ടോപ്പ് നോച്ച് ആക്ടിങ്. സന്ദീപിൻ്റെയൊക്കെ ഗ്രാഫ് ഇങ്ങനെ ഓരോ പടം തോറും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. പടം കാണാത്തൊരു തിയേറ്ററിൽ പോവുകയാണ്. ഇനി നമുക്ക് ഡിസ്കഷൻ സെഷനിലേക്ക് പോവുകയാണ്. ആക്ച്വലി ഞാൻ പടം കാണാൻ കുറച്ച് ലേറ്റായിട്ടാണ് കയറിയത്, അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് പാർട്ട് കുറച്ച് മിസ്സിങ് ആയി. അപ്പം അതിൻ്റെ ഡൗട്ട് എനിക്കുണ്ട്. ഈ 3 സീരീസ് എടുത്ത് നോക്കിയാലും ക്രൈം ഫയൽസ് ആയാലും കിഷ്കിന്ധാകാന്ഡാണെങ്കിലും ഈ പടത്തിലാണെങ്കിലും ഒരാളെ തേടിയുള്ള യാത്രയാണ് തുടക്കത്തിൽ. ഒരാളെ തേടിക്കൊണ്ടുള്ള യാത്രയാണ് പടം തുടങ്ങുന്നത് 3 പടത്തിലും. ബാക്കി 2 കിഷ്കിന്ധാകാന്ഡത്തിലും ക്രൈം ഫയൽസിലും എന്തിനാണ് ആളെ തേടിപ്പോണെന്നുള്ളൊരു റീസൺ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് 90% ആൾക്കാരും ഒരാളെ തേടി അങ്ങ് പോവുക. പക്ഷേ എന്തിനാണ് പോണേന്നുള്ളത് ഒത്തിരി ക്രൈം ചെയ്തിട്ടുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് എന്താണ് മെയിൻ കാര്യം എന്നുള്ളത് എനിക്ക് വ്യക്തമായില്ല. മേ ബി എനിക്ക് ഫസ്റ്റ് കുറച്ച് പാട്ട് മിസ്സായതുകൊണ്ടായിരിക്കും. അതാരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. അപ്പോൾ ബൈ.